നമുക്കിന്ന് ബേക്കിംഗ് സോഡയും ഈസ്റ്റും ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി അപ്പം ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് നമുക്ക് നമ്മള് കുറുക്കി ചേർക്കുമല്ലോ, കപ്പി കാച്ചി, അതൊന്നും വേണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ കൂടെ നമുക്ക് മുട്ടക്കറിയോ കടലക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 2 ഗ്ലാസ് പച്ചരി ഇടാൻ പോയാണ്. ഇത് സാധാ പച്ചരിയാണ്. ഞാൻ ഇനി 1 ഗ്ലാസ് ഇഡ്ഡലിപ്പന്നിയും കൂടിയാണ് ഇടാൻ പോണത്. പക്ഷെ രണ്ടും സാധാരണ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയായാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിന് നന്നായിട്ടൊന്ന് കഴുകി വെള്ളത്തിലിടണം. ഇപ്പം ഞാൻ അരിയൊക്കെ നല്ലവണ്ണം കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 4-5 മണിക്കൂറോളം ഇരുന്ന് കുതിരട്ടെ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ അരിയൊക്കെ 4 മണിക്കൂർ ഞാൻ 4-5 മണിക്കൂറോളം കുതിർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മുഴുവനായിട്ട് ഇടാം. നമുക്ക് പിന്നെ ഇതിൻ്റെ വെള്ളവും കൂടി, ഈ വെള്ളം തന്നെയാണ് ഞാൻ ഒഴിക്കണത്, വേറെ വെള്ളം എടുക്കണില്ല. അപ്പം അതിന് പാകത്തിനുള്ള വെള്ളമാണ് നമ്മൾ കുതിർക്കാൻ വെച്ചത്. അത് മുഴുവൻ എടുക്കേണ്ട, നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് എടുത്ത ഗ്ലാസ്സിന് തന്നെ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, 1 ഗ്ലാസ് ചോറ് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതും കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ആ മാവൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് ബൗൾ കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ബൗൾ കഴുകി ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഞാൻ വെറുതെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കലക്കി വയ്ക്കാം. ഞാൻ ഇതൊരു ചാനലിൽ കണ്ടതാണ്. ഇതിൽ ഞാൻ എക്സ്ട്രാ ആയിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കി നോക്കിയത് കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ പുളിച്ച് വരുന്നുണ്ട്. പൊങ്ങിയില്ല പുളിച്ചങ്ങനെ, എന്നാലും അപ്പം നല്ലതാണ്. അപ്പോൾ നമുക്കിനി ഇത് കലക്കി വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് ഞാൻ നാളെ ഉണ്ടാക്കുള്ളൂ, അപ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മുടെ മാവ് നമുക്ക് നോക്കാം. ഇത് പുളിച്ച് പൊങ്ങി വരികയൊന്നുമില്ല, എന്നാലും അപ്പം നന്നായിരിക്കും. അപ്പൊ നമുക്ക് ഈ മുളകൊക്കെ എടുത്ത് ഇതിൽ നിന്ന് മാറ്റാം. മുളക് പിന്നെ കളയണ്ട കേട്ടോ, നമുക്ക് ഉപയോഗിക്കാം ഇത്. ഇപ്പൊ ഞാൻ അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കാൻ പോയി. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നമ്മൾ ഇനി ചട്ടി വെച്ച് ചൂടാകുന്ന സമയം അതവിടെ ഇരിക്കും. നമുക്ക് എന്നിട്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത്തിരി എണ്ണ തൂത്ത് കൊടുക്കും. ഇനി നമുക്ക് ഒരു കയ്യിൽ മാവെടുത്ത് ഒഴിച്ച് നോക്കാം. ചെറിയ ചെറിയ ഹോളുകൾ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പൊ നമുക്കിനി തുറന്നു നോക്കാം. അപ്പൊ ഇതായിട്ടുണ്ട്, നമുക്കിതെടുക്കാം. അടുത്തതും കൂടി ഇടാം. ഞാനിപ്പോ എണ്ണ തേച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇത് ഹോളുകൾ വന്നിട്ടുണ്ട്, നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ അങ്ങനെ എല്ലാം നമുക്കിനി ചുട്ടെടുക്കാം. ഇപ്പൊ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി അപ്പായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഈസ്റ്റും വേണ്ട, മറ്റേ ചോറ് ഉഴുന്നും ഒന്നും വേണ്ട, കപ്പി കാച്ചണ്ട, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന അപ്പാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് കേട്ടാ.